കുട്ടികൾക്കെല്ലാം ഇഷ്ടമായ നല്ലൊരു ജാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതാകുമ്പോൾ ഫുഡ് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നാൾ കഴിക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയ ഒരു ജാമാണിത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായി ഞാൻ നല്ലൊരു വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ക്ലീനാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. ഇത് കൂടുതലൊന്നും അരയേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ശർക്കരയിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞതിന് ശേഷം അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ചക്ക ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ചക്ക അടിക്കുമ്പോൾ പേസ്റ്റ് രൂപത്തിലല്ല അടിച്ചത്, കുറച്ച് അടിക്കാൻ കിട്ടേണ്ട രീതിയിലാണ് അടിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് 2-3 ഏലക്ക ചതച്ചിടണം. ഇത് കണ്ടോ, ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി പാനിൽ നിന്ന് വിട്ട് കിട്ടലായി. ഇനി വെള്ളമൊന്നും ഇല്ലാത്ത ഡ്രൈ ആയ പാത്രത്തിലോട്ട് ഇത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ജാം റെഡിയായി കിട്ടി. ഇത് ബ്രെഡിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം മിക്ക ദിവസങ്ങളും ദോശയുടെ കൂടെയാണ് കഴിക്കാറുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് രാവിലെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി കടയിൽ നിന്ന് കെമിക്കലൊക്കെ ഇട്ട ജാം വാങ്ങി കഴിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഇതാകുമ്പോൾ നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ. വരിക്കച്ചക്ക മാത്രമല്ല പഴഞ്ചക്ക കൊണ്ടും ജാം ഉണ്ടാക്കാം. ചക്ക നല്ല മധുരമുള്ളതുകൊണ്ട് ശർക്കര കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.